അതായത് ഈ GST നിയമം അനുസരിച്ചിട്ട് 40% വരെ പരമാവധി ടാക്സ് പറ്റത്തുള്ളൂ. 40% മുകളിൽ ഒരു കോമ്പൻസേഷൻ സെസ് എന്നൊരു നിയമം ഉണ്ടാക്കിയിരുന്നു നമ്മളിവിടെ. അത് ഭരണഘടനാ അമെൻമെൻറ്റിൽ തന്നെ ഉണ്ട്. ഈ 40% ഇപ്പോൾ 89%, ഇപ്പോൾ തന്നെ 89% മുതൽ 98% വരെയാണ് അൺമാനുഫാക്ചർഡ് ടുബാക്കോയ്ക്കുള്ള എഫക്റ്റീവായിട്ട് മേടിച്ചുകൊണ്ടിരുന്നത്, GSTയും കോമ്പൻസേഷൻ സെസ്സോട് ചേർത്ത്. അതുപോലെ സിഗരറ്റിനൊക്കെ 33 മുതൽ 64% വരെ, ഇങ്ങനെ പലതിനും മേടിക്കുന്നുണ്ട് മേളിൽ. ഈ തുകയുണ്ടല്ലോ, ഈ തുക മേടിച്ചിട്ട് നിങ്ങൾക്ക് 28% ടാക്സ് ഉൾപ്പെടുത്താൻ പറ്റും, അല്ലെ 28 അന്ന് 28 പറ്റും. ആ 28% മേടിക്കുമ്പോൾ നിങ്ങളുടെ കേരളത്തിന് കിട്ടിയത് ശരിക്കും 14% വീതം ഗ്രോത്ത് ഉണ്ടെങ്കിൽ കേരളത്തിന് കിട്ടേണ്ടത് 32,000 കോടിയാണെന്നിരിക്കട്ടെ. പക്ഷേ 22,000 കോടിയേ കിട്ടിയുള്ളൂ. ബാക്കി പറയുന്ന വ്യത്യാസം 10,000 കോടി കോമ്പൻസേഷൻ സെസ്സിയും തരും. ഇതുപോലെ ഓരോ സ്റ്റേറ്റിനും കൊടുക്കും. അതിനുള്ള പണം എവിടെ നിന്നുണ്ടാവുന്നത്? അത് കേന്ദ്രത്തിന് വേറെ എവിടെ നിന്നെങ്കിലും കൊണ്ടുവരാൻ പറ്റത്തില്ല. ഈ എക്കണോമിയിൽ നിന്ന് തന്നെയാണ് കളക്ട് ചെയ്യുന്നത്. അത് സിഗരറ്റിന് എയറേറ്റഡ് ഡ്രിങ്ക്സ്, നമ്മുടെ പിന്നെ സോഫ്റ്റ് ഡ്രിങ്കിൽ എയറേറ്റഡ് ഡ്രിങ്ക്സ് എന്ന് പറയുന്ന വിഭാഗം, അതുപോലെ ചില ഐറ്റങ്ങൾക്കൊക്കെ വലിയ നികുതി ഏർപ്പെടുത്തും. ആ നികുതി GST ആയിട്ടല്ല കളക്ട് ചെയ്യുന്നത്, ഇതൊരു സെസ്സായിട്ട് കളക്ട് ചെയ്യും. ഓട്ടോമൊബൈൽസിനുണ്ട് സെസ്സുണ്ട്. ഈ സെസ് കളക്ട് ചെയ്തിട്ട് വലിയ വില കൂടിയ വണ്ടിക്കൊക്കെ 10%, 15%, 20% ഒക്കെ നമ്മൾ അറിയാതെ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് മേടിച്ചിട്ട് പ്രത്യേക ഫണ്ടായിട്ടിടും, കോമ്പൻസേഷൻ ഫണ്ട്. അതൊരു 1,80,000 കോടി രൂപ വരെ ഒരു വർഷം കളക്ട് ചെയ്യുന്ന ഏകദേശം എൻ്റെ ഒരു ധാരണ. 1,80,000 വരെ കോടി. ഈ കളക്ട് ചെയ്യുന്ന പണത്തിൽ നിന്ന് ഇപ്പോൾ കേരളത്തിന് 5,000 വേണം, തമിഴ്നാടിന് 2,000 വേണം, വേറെ സ്റ്റേറ്റിന് 12,000 വേണം, ഇത് കൊടുക്കും. ഇങ്ങനെ കൊടുത്ത തുക 2 പ്രാവശ്യം ഈ വില കുറച്ച് പോകും. ഞാൻ പറഞ്ഞല്ലോ, ഒറ്റയടിക്ക് നമ്മുടെ കോമ്പൻസേഷൻ കൂടിയെന്ന്. ആ സമയത്ത് 5 വർഷം കൊണ്ട് നിൽക്കാത്തതുകൊണ്ട് കുറച്ച് സമയം കൂടെ നീട്ടി, അതിൻ്റെ കാലാവധി ഇപ്പോൾ തീരും. അപ്പോൾ ആ ടാക്സ് ഇനി മേടിക്കണ്ടല്ലോ. ആ ടാക്സ് എങ്ങോട്ട് പോകും? ഇപ്പോഴത്തെ സ്ഥിതിയിൽ അത് ഈ സംസ്ഥാനങ്ങൾ കൊടുക്കുന്നില്ലേ, അത് കേന്ദ്രത്തിന് എടുക്കാൻ പറ്റും. അത് ചെറിയ തുകയല്ല. ഇപ്പോൾ ഇതെല്ലാം മാറ്റി അഡ്ജസ്റ്റ് ചെയ്തിട്ട് 1,00,000 കോടിയെങ്കിലും കാണുമെന്നാണ് കണക്ക്. കേന്ദ്രം ഒരു കാര്യം പറഞ്ഞു, ടാക്സ് ഇൻസിഡൻസ് വിൽ ബി സെയിം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടാക്സ് അതേ റേറ്റ് തന്നെ തുടരും. മറ്റേ ടാക്സ് കുറയ്ക്കുന്നില്ല. ടാക്സ് ഇൻസിഡൻസ് വിൽ ബി ദ സെയിം എന്ന് പറഞ്ഞാൽ ആ ടാക്സ് തന്നെ തുടരും. ആ ടാക്സ് തുടരുമ്പം ആ പണം സംസ്ഥാനങ്ങൾക്ക് കിട്ടത്തില്ല. ഇത് കേന്ദ്രത്തിൻ്റെ കയ്യിലൊരു പൂളായിട്ട് വരും. ഇത് സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന ഓരോ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി സംസ്ഥാനങ്ങളുടെ പദ്ധതിയൊക്കെ സഹായിക്കാൻ അവർക്ക് കിട്ടുമായിരുന്ന ആ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള റവന്യൂ കൊടുക്കണം. അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടില്ല. കോമ്പൻസേഷൻ സെസ്സിന് തുല്യമായ ആ പേരെന്തോ ആയിക്കോട്ടെ, ഈ പറഞ്ഞ സിൻഗുഡ്സിനും ഇപ്പം മേടിക്കുന്നതും തുടരാൻ പോകുന്നതായ വരുമാനം എന്തായാലും സിഗരറ്റിൻ്റെ വില കുറച്ച് അത് അരിക്ക് ഉള്ള വിലയ്ക്ക് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത് കളക്ട് ചെയ്യും. ആ കളക്ട് ചെയ്യുന്ന പണം ഈ സംസ്ഥാനങ്ങൾക്ക് ഇത്തരം ഒരു കാര്യത്തിന്, ഇത് കേന്ദ്രത്തിൻ്റെ അല്ല, മൊത്തം ടാക്സാണ്. അത് സംസ്ഥാനങ്ങൾക്ക് ഈ വരുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി, പ്രത്യേകിച്ചും ഈ ട്രാൻസാക്ഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ എത്ര വരുമെന്ന് ഒരു പിടിയില്ല, നമുക്കൊരു പിടിയില്ല വാസ്തവത്തിൽ. പിന്നെ എങ്ങനെയാണ് ഇത് ബാധിക്കുമെന്ന് നമുക്കറിയില്ല. ഒരു വർഷം 8,000-10,000 കോടി കുറയുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? ഇനി അങ്ങോട്ട് വരുന്ന മാർച്ച് മാസം വരെയുള്ള സമയത്ത് ഒരു 3,000-4,000 കോടി കുറഞ്ഞാൽ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? ഇപ്പം തന്നെ എത്ര ബുദ്ധിമുട്ടുകളാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഓരോ സംസ്ഥാനത്തിനുണ്ട്, കേരളത്തിന് കുറച്ചുകൂടി കൂടുതലുണ്ട്. നമ്മളീ പറഞ്ഞ പോലെ, ഞാനീ പറഞ്ഞ നമ്മുടെ സാലറി, പെൻഷൻ, പിന്നെ എല്ലാം തന്നെ വരുമ്പോഴത്തേക്കും ഇത്രയും വലിയ ബാധ്യതയുള്ളതാണ്. മാത്രമല്ല നമുക്ക് സോഷ്യൽ സെക്യൂരിറ്റി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ്. ഈ ലോട്ടറിയുടെ നികുതി 40% ആവുകയാണെങ്കിൽ സെപ്റ്റംബർ 22 മുതൽ ആകുമല്ലോ. അങ്ങനെയാണെങ്കിൽ ലോട്ടറിയുടെ വില കൂട്ടുകയാണോ, സമ്മാന തുക കുറയ്ക്കുകയാണോ, എങ്ങനെയാണ്? അല്ല, അതിന് ആലോചിച്ചിട്ടില്ല. ഇത് നമ്മൾ ഇന്നലെ സംസാരിക്കാൻ വരുമ്പോഴും സത്യത്തിൽ ഇന്നലെ വരുമ്പോൾ കുറച്ചുകൂടി ആശ്വാസകരമായ ചില തീരുമാനങ്ങൾ വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ വന്നത്. ഇപ്പോൾ ഇന്നലെ രാത്രിയോടുകൂടി തലക്കടിയേറ്റ പോലെ ആയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ തുറന്ന് നിങ്ങളുടെ നാടൻ ഭാഷ പറഞ്ഞാൽ ഒരു കാര്യവും അംഗീകരിക്കുന്നില്ല എന്നുകൊണ്ട് ഇനി എങ്ങനെ ചെയ്യുമെന്ന് ആലോചിക്കാനായിട്ട് പോയിട്ടില്ലല്ലോ. കാരണം ലോട്ടറിയുടെ കാര്യത്തിനകത്ത് നമ്മുടെ സ്പെസിഫിക് ആയ ഇഷ്യൂ ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കാര്യം വരുമെന്നാണ് കരുത്. ഇനി ഇപ്പോൾ ആലോചിക്കണം, എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് ആലോചിക്കണം. അവിടെ നിന്നുള്ള എല്ലാ സംഘടനകളും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിൽ നിന്ന് ഇവിടെ വന്നിട്ട് ധനകാര്യമന്ത്രി കണ്ടിരുന്നു. അപ്പോൾ ഇതൊരു പ്രത്യേക കേസായിട്ട് വേണം. ഇത് നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന് വളരെ പെട്ടെന്ന് ഒരാഴ്ച കൊണ്ടൊന്നും ചെയ്യാനും പറ്റുന്നതല്ല. കിട്ടിക്കൊണ്ടിരിക്കുന്ന കമ്മീഷനുണ്ട്, കിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് കിട്ടുന്ന പിന്നെ സമ്മാനത്തിൻ്റെ ഉണ്ട്, കമ്മീഷനുണ്ട്. അതിനൊക്കെ ബാധിക്കുകയാണ്. പിന്നെ പ്രിൻ്റ് ചെയ്ത് വെച്ചേക്കുന്ന കുറേ കാലത്തേക്ക് പ്രിൻ്റ് ചെയ്ത് വെക്കൂലേ.
ഓണം ബമ്പറിനുള്ള സാധനം ഇപ്പോൾ അടിച്ചേക്കും. അതിങ്ങനെ കൊടുത്തോണ്ടിരിക്കില്ലേ. സെപ്റ്റംബറിൽ എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ അവസാനമാണല്ലോ നറുക്കെടുപ്പ്. ഇപ്പം നാട്ടിലൊക്കെ പോകുമ്പോൾ നിങ്ങളൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ, എല്ലാം എടുത്ത് അയച്ചു തരാൻ പറയുമല്ലോ. കാരണം അത്രയും വലിയൊരു ബമ്പർ കേരളത്തിൽ അല്ലാതെ വേറെ എവിടെയുള്ള. അപ്പോൾ അതെല്ലാം അടിച്ചു വെച്ചേക്കുന്നത് എങ്ങനെയാണ്? ഇതിങ്ങനെ ഒത്തിരി സാങ്കേതിക പ്രശ്നമുണ്ട്. അതൊക്കെ ഇനി എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് പോയി ഡിസ്കസ് ചെയ്യണം. ഓഫീസേഴ്സിൻ്റെ മീറ്റിംഗ് എല്ലാം വിളിക്കണം, ഏജൻസിൻ്റെ ഉൾപ്പെടെ സംഘടനകൾ ഉൾപ്പെടെ മീറ്റിംഗ് വിളിക്കണം. 1,80,000 കോടിയോളം സമാഹരിച്ചു എന്ന് പറഞ്ഞു നേരത്തെ. അത് ഞാൻ ഓർമ്മയെന്ന് പറഞ്ഞാണ്, സബ്ജക്റ്റ് കറക്ഷനാണ്. വേണമെങ്കിൽ അതൊന്നുകൂടെ നോക്കി തരും. പക്ഷേ ഞാൻ അല്ല, ഈ ആ 1,80,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓരോ വർഷവും കളക്ട് ചെയ്ത തുക മുഴുവനും ഈ കോമ്പൻസേഷന് വേണ്ടി മാത്രമേ എടുത്തുള്ളൂ. ഇത് സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും പ്രത്യേകം എടുക്കാൻ പറ്റത്തില്ല. ടാക്സ് ആയി രണ്ട് കാര്യമാണ്. കോമ്പൻസേഷൻ സെസ്സായിട്ട് കളക്ട് ചെയ്തത് മൊത്തം പ്രത്യേക ഒരു ഫണ്ടായിട്ട് ഇട്ടിരുന്നതാണ്. സാധാരണ 100 രൂപ ടാക്സ് പിരിഞ്ഞാൽ ഇപ്പോൾ GSTക്കകത്ത് വരുന്ന 100 രൂപയിൽ 50 രൂപ സംസ്ഥാനത്തിനും ഒരു 50 രൂപ കേന്ദ്രത്തിനാണ്. പക്ഷേ ഇത് ഒരു പ്രത്യേക ഫണ്ടായതുകൊണ്ട് പൂളാണ്, ഒരു പ്രത്യേക പൂളായിട്ട് സൂക്ഷിച്ചിട്ട് ഏതൊക്കെ സംസ്ഥാനത്തിനാണ്. കേരളത്തിന് ഈ 15,000 കോടി കുറവുണ്ടെങ്കിൽ 15,000 കൊടുക്കും. കർണാടകത്തിന് ചിലപ്പോൾ 8,000 കുറവുള്ളൂ. അത് സ്റ്റേറ്റുകളുടെ നോക്കില്ല. അവരുടെ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം ഈ GST വന്നതിൻ്റെ ഭാഗമായിട്ട് കുറഞ്ഞു. അതാണ് കൊടുത്ത് പ്രൊട്ടക്റ്റഡ് റവന്യൂ കൊടുത്തുകൊണ്ടിരുന്നത്. ആ പണം വേറെ എടുക്കാൻ പറ്റില്ല. അതിൻ്റെ കാലാവധി 5 വർഷം മറ്റോ ആലോചിച്ചിട്ട് അന്ന് 5 വർഷം വരെ പ്രൊട്ടക്റ്റ് ചെയ്തെങ്കിലും ഈ നഷ്ടപരിഹാരം കൂടുതൽ കൊടുക്കേണ്ടി വന്നു. ഇടയ്ക്ക് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കുറേ ഐറ്റങ്ങൾ കുറച്ചായിരുന്നു. 14% ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ RNR റേറ്റ് എന്ന് പറയും, റവന്യൂ ന്യൂട്രൽ റേറ്റ് 14% 100 രൂപയുടെ വിൽപ്പന നടന്നാൽ 14% ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേ ടാക്സ്. അത് 11% കുറഞ്ഞു, ടാക്സ് കുറച്ചതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതിനകത്ത് സംസ്ഥാനങ്ങൾക്ക് നഷ്ടം കൂടിയപ്പം ഈ കോമ്പൻസേഷൻ സെസ് എന്ന് പറയുന്ന സമ്പ്രദായം, ലെവി എന്ന് പറയുന്ന സമ്പ്രദായം ഈ വർഷം വരെ, ഈ ഒക്ടോബർ നവംബർ വരെ തുടരുന്നുണ്ട്. അത് കഴിയുമ്പോൾ അന്ന് കടമെടുത്ത് പൈസ അല്ലെങ്കിൽ ഇതായിട്ട് കൊടുത്ത പണമെല്ലാം തീരും. പിന്നെ കോമ്പൻസേഷൻ തുടരേണ്ട കാര്യമില്ല. ആ പേരിൽ അത് തുടരേണ്ട കാര്യമില്ല. പക്ഷേ ഈ ടാക്സ് ഞാനീ പറഞ്ഞ സിഗരറ്റിന് 40 രൂപ ഗവൺമെൻറ് സർക്കാരുകൾ സംസ്ഥാനങ്ങൾ ടാക്സ് ചെയ്താൽ അത് കേന്ദ്ര സംസ്ഥാനങ്ങൾ വിധിച്ചെടുക്കും. ബാക്കിയുള്ള 60 രൂപ ഉണ്ടെന്ന് ഇരിക്കട്ടെ, ഈ 60 രൂപ കുറയ്ക്കാൻ പോകുന്നില്ല. 60 കളക്ട് ചെയ്യും. എങ്ങനെ കളക്ട് ചെയ്യും, എന്തിനുപയോഗിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ക്ലാരിറ്റി വന്നിട്ടില്ല. നമ്മൾ പറയുന്നത് ഈ വരുന്ന നഷ്ടം സ്വാഭാവികമായിട്ട് നമ്മുടെ ഇന്ന് ആ പണം പിടിച്ചോണ്ട് പോകല്ല വേണ്ടത്. സംസ്ഥാനങ്ങൾക്ക് ഏത് സംസ്ഥാനം ആയിക്കോട്ടെ, UPക്ക് കൊടുത്തോ, ബീഹാറിന് കൊടുത്തോ, കേരളത്തിൽ ഏത് സംസ്ഥാനത്തിന് കൊടുക്കണോ. സംസ്ഥാനങ്ങൾക്ക് ഓരോ സംസ്ഥാനങ്ങളുടെ ദുരിതം സംസ്ഥാനങ്ങൾക്കെല്ലാം അറിയൂ. സംസ്ഥാനമാണല്ലോ ആകെ ഒരു രാജ്യത്ത് ആകെ ചിലവാക്കുന്നതിൻ്റെ 65% സംസ്ഥാനങ്ങളാണ് ചിലവാക്കുന്നത്. 35-34% അടുത്തേ കേന്ദ്രം ചിലവാക്കേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ ഏത് സംസ്ഥാനമെന്നുള്ളതല്ല, സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണം, അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റില്ല. കൊടുക്കുമായിരുന്നു, എല്ലാ സംസ്ഥാനങ്ങളും കൊടുക്കുന്നുണ്ട്.